RGC ന്യൂസിലേക്ക് സ്വാഗതം. ഷാജാൻ മൂലത്ത്. ഞാനൊരു ചെടിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പേർക്ക് അറിയാവുന്ന ചെടിയാണ്. പലരുടെയും വീടുകളിൽ ഈ സാധനമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അതൊന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ വന്നത്. ഇത് ബിരിയാണി കൈത എന്ന് പറയും. ബിരിയാണി കൈത പല നാടുകളിലും പല പേരാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിക്ക് ഇതിൻ്റെ 1-2 ഇല മുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയും നല്ല ടേസ്റ്റും ഒക്കെയാണ്. നല്ല മണമൊക്കെ കിട്ടും, നല്ല ടേസ്റ്റ് കിട്ടും. ഇറച്ചിക്കറികളിലും പലരും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇല 1-2 ഇല മുറിച്ച് നമ്മൾ ആ ഇറച്ചിക്കറിക്കകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. പല നാടുകളിലും പല പേരിൽ അറിയപ്പെടുന്ന ഈ ചെടി ഒരുപാട് വീടുകളിലും ഒരുപാട് ആൾക്കാർ ഇത് വളർത്തുന്നുണ്ട്. ഞാനൊരു കൗതുകത്തിന് നാട്ടിലല്ല, മലപ്പുറത്തുനിന്ന് ഒരു ചെടി, ഒരു ചെറിയ തൈ കൊണ്ടുവന്ന് നട്ടതാണ്. അതിപ്പോൾ കുറേ ചെടികൾ ഇവിടെ ഉണ്ട്. ഇതേപോലെ ഒത്തിരി ചെടികൾ നമ്മൾ മാറ്റിയൊക്കെ വെച്ചതുകൊണ്ട്, പല ചട്ടികളിലായി മാറ്റിയൊക്കെ വെച്ചതുകൊണ്ട് ധാരാളം ബിരിയാണി കൈതയുടെ ഈ ചെടികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് പിടിക്കുന്നതാണ്. നമ്മുടെ കൈതച്ചെടി പോലെ അല്ലെങ്കിൽ കടച്ചക്ക പോലെ, കടച്ചയുടെ ചെടി പോലെയൊക്കെ പെട്ടെന്ന് മാറ്റി നമ്മൾ വലിയ പരിചരണമൊന്നും വേണ്ട. ഇത് നട്ടിട്ട് വല്ലപ്പോഴും ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത്തിരി വളം ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ വളരും. നമ്മുടെ വീട്ടിലൊക്കെ ബിരിയാണികൾ വെക്കുമ്പോഴോ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോഴോ ഇതിൻ്റെ 1-2 ഇലയൊക്കെ എടുത്ത് മുറിച്ചിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെച്ചോറോ, ഇതെല്ലാം ഇതിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ നല്ലപോലെ കമൻറ്റ് ചെയ്യുക.